മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കും. എസ്.ഡി.പി.ഐ സംസ്ഥാന പ്രസിഡന്റ് സി.പി. ലത്തീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തീരുമാനിച്ചത്. മഞ്ചേശ്വരം ഉപ്പളയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന കെ.എം. അഷ്റഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിൽ ആലോചന നടത്തുമെന്ന് എസ്.ഡി.പി.ഐ സംസ്ഥാന പ്രസിഡന്റ് സി.പി. ലത്തീഫ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടെന്നും ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്താണ് തീരുമാനമെടുക്കുകയെന്നും സി.പി. ലത്തീഫ് പ്രതികരിച്ചിരുന്നു. ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ എസ്.ഡി.പി.ഐയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടുവെങ്കിലും പ്രാദേശിക നേതൃത്വവും സ്ഥാനാർത്ഥിയായ കെ.എം. അഷ്റഫും വിസമ്മതിക്കുകയായിരുന്നു. ഇതിന് പിറകെ കെ.എം. അഷ്റഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് തുടർച്ചയായി നടത്തിയ ചർച്ചയിലാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നില്ലെന്ന നിലപാടിലേക്ക് എസ്.ഡി.പി.ഐ എത്തിയത്. പിന്നീട് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു കെ.എം. അഷ്റഫ്. പാർട്ടി ജില്ലാ കൗൺസിൽ അംഗത്വവും രാജിവെക്കാൻ തീരുമാനിച്ചതായി കെ.എം. അഷ്റഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. എന്നോട് പിൻവലിക്കാൻ പാർട്ടി പറഞ്ഞാൽ പിൻവലിക്കും. ഇപ്പോൾ പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിയത്. അല്ലാതെ പ്രതിഷേധിച്ചിട്ടില്ല. ഞാൻ ജില്ലാ ഭാരവാഹിത്വവും രാജിവെക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയും സി.പി.എമ്മും ചേർന്നുള്ള മഴവിൽ സഖ്യം നിലവിലുണ്ടെന്നും എസ്.ഡി.പി.ഐ ഈ സഖ്യത്തിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എസ്.ഡി.പി.ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഇന്നലെ തുറന്നടിച്ചിരുന്നു. മഞ്ചേശ്വരത്തടക്കം ഫാഷിസ്റ്റ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയിൽ തുടരുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി മുസ്ലിം സമുദായത്തിനെതിരെ തീവ്രവാദ ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആ പട്ടികയിൽ നിന്ന് എസ്.ഡി.പി.ഐയെ ഒഴിവാക്കി. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി കടുംപിടുത്തം നടത്തിയ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഈ ഡീലിന്റെ ഭാഗമാണ്. ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒഴിവാക്കിയാണ് എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. യു.ഡി.എഫിന് വിജയസാധ്യതയുള്ള കളമശ്ശേരിയിലും കരുനാഗപ്പള്ളിയിലും അടക്കം മത്സരിച്ച് വോട്ട് വിഭജനമാണ് ലക്ഷ്യമിടുന്നത്, അദ്ദേഹം പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിലാണ് മഞ്ചേശ്വരത്ത് എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിത്വം യു.ഡി.എഫിനെ പരാജയപ്പെടുത്താൻ കാരണമാകുമെന്നും ബി.ജെ.പിയെ വിജയിപ്പിക്കാൻ സഹായിക്കുമെന്നും വിമർശനമുയർന്നിരുന്നു. ഇതോടെയാണ് എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചു തുടങ്ങിയത്. എസ്.ഡി.പി.ഐ 45 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാത്ത ഇടങ്ങളിൽ ആരെ പിന്തുണയ്ക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. കെ.എം. അഷ്റഫ് എന്ന് അഷ്റഫ് ബദാജെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചയാളുമാണ്. എസ്.ഡി.പി.ഐ മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കും എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എസ്.ഡി.പി.ഐ സംസ്ഥാന പ്രസിഡന്റ് സി. ലത്തീഫിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അതിലാണ് പിൻവലിക്കാൻ ധാരണയായത്. സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന കെ.എം. അഷ്റഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും.